ഇപ്പം നിഷയ്ക്കും തിരിച്ച് കാര്യമാണ്. കാരണം നിഷ നോക്കുമ്പോഴത്തേക്കും മൃണാൾ ഇപ്പോൾ സിംഗിളാണ്. ഇപ്പം വേറെ ഇതൊന്നും ഇല്ല. നിഷയുടെ കൂടെയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം നിഷയ്ക്ക് പിന്നെ ആൾക്കാർ പറയുന്ന വാക്കിലാണ് കാര്യം. ഓക്കെ, ഒരാളൊരു കാര്യം പറയുകയാണെങ്കിൽ അതിലാണ് നിഷയ്ക്ക് കൂടുതൽ വിശ്വാസം. അല്ലാതെ അത് ചകഞ്ഞു പോകേണ്ട തരത്തിലുള്ള ഒരു ഇൻസെക്യൂർ വ്യക്തിയാണെന്ന് തോന്നുന്നില്ല നിഷ. അപ്പോൾ എനിവേസ് നിഷ ഈ ഒരു മെസ്സേജ് കാണുന്നു പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട ഉടനെ. അതായത് ഒരു പെൺകുട്ടി വന്നിട്ട് നിഷയുടെ അടുത്ത് കടുത്ത ഭാഷയിൽ സംസാരിക്കുന്നു. ആരാണ് ഈ പയ്യൻ്റെ ഫോട്ടോ ഒക്കെ ഇടുന്നത്, ഇത് എൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് ഒരു കുട്ടി ഒരു ഭയങ്കര രീതിയിൽ ഒരു വാദം ഉന്നയിക്കുന്നു. നിഷ ഇത് ചെന്ന് മൃണാളിൻ്റെ അടുത്ത് നിന്ന് പറയുന്ന ഉടനെ മൃണാൾ പെട്ടെന്ന് തത്തോപ്പിത്തോന്നായിട്ട് പറയുന്നു, അത് നിഷ, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ആക്ച്വലി എൻ്റെ ഗേൾ ഫ്രണ്ട് എന്നെ തേച്ചിട്ട് പോയി എന്ന് പറഞ്ഞത് കള്ളമായിരുന്നു. കാരണം എനിക്കറിയാം, ഞാൻ അത് പറഞ്ഞില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് നിഷ ഒരിക്കലും എൻ്റെ അടുത്ത് ക്ലോസ് ആവില്ല എന്ന് എനിക്കറിയായിരുന്നു. അപ്പം നിഷ ആരായി അല്ലേ? എന്നിട്ട് നിഷയ്ക്ക് അപ്പം എക്സാം ഒക്കെ അടുപ്പിച്ച സമയമാണ്. ഓക്കെ, അപ്പം നിഷയ്ക്ക് ഈ ഡ്രാമയിലൊന്നും ഇൻവോൾവ് ആകാൻ സമയവും ഇല്ല. അതിനകത്ത് പിന്നെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാടാണ്. അതുകൊണ്ട് നിഷ വേഗം ഇതൊക്കെ ഒരു സൈഡിലാക്കി വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങി. എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ എക്സാം ഒക്കെ ടൈമൊക്കെ ആയി. എക്സാം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിഷ വന്നിട്ട് എന്തായാലും ഫൈനലി വന്നിട്ട് ഇപ്പം നിഷ ഈ പുള്ളീനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് തുടങ്ങി. ഓക്കെ, നിഷ എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ചോദിച്ചു, നമുക്കിതങ്ങ് നിർത്താം എന്ന് ഈ പുള്ളിയുടെ അടുത്ത് നിഷ പറയുന്നു. നിഷ എന്നിട്ട് പുള്ളിയുടെ അടുത്ത് പറയുന്നു, എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ പുള്ളി പറയുകയാണ്, നിഷ, എനിക്കറിയാം, എനിക്ക് നിന്നെ വളരെ കാര്യമാണ്, എനിക്ക് പക്ഷേ എൻ്റെ ഗേൾ ഫ്രണ്ടിനെയും വളരെ കാര്യമാണ്, എനിക്ക് രണ്ടുപേരും വേണം എന്നൊക്കെ. അപ്പോൾ നിഷ പോയി പണി നോക്കാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഉടനെ മൃണാൾ പറയാണ്, എനിക്കറിയാം നീ ഭയങ്കര ബോൾഡാണ്, നീ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള വ്യക്തിയാണ്, നിനക്കിതൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? പക്ഷേ അവൾ അങ്ങനെയല്ല, അവൾ ഞാനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് എന്തായാലും അവളെ എന്തായാലും ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞു.